ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും പുതിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു പേജിൽ ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കാണാം സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം. ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നത്. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നത്. ശേഷം അതിന് താഴെയിട്ടൂടെ അപ്ലൈ ലോഗിൻ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു കെ സ്മാർട്ട് സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കെ സ്മാർട്ട് സൈറ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇവിടെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ OTP, നിങ്ങളുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ നൽകിക്കൊണ്ട് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കെ സ്മാർട്ടിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ശേഷം നമുക്കിവിടെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഫോൺ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് മൈ ആപ്ലിക്കേഷൻസ്, ന്യൂ ആപ്ലിക്കേഷൻസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. ശേഷം നിങ്ങൾ ഇവിടെയുള്ള ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ഇടതുവശത്തായിട്ട് ഇലക്ഷൻ ഡെപ്പോസിറ്റ്, സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിന് വലതുവശത്തായിട്ട് സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ളൊരു വിൻഡോ നമുക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ളൊരു വിൻഡോ കാണാം. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് ആധാർ ആൻഡ് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഇവിടെ ആദ്യമായിട്ട് നൽകേണ്ടത് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അവിടെ ആദ്യമായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് എന്നുള്ള കോളത്തിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ജില്ല ഏതാണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ ആണോ ഏതാണ് വരുന്നത് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ലോക്കൽ ബോഡി നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ നെയിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് വാർഡ് നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വാർഡ് നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തായി വരുന്നത് ആധാർ വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. അതിൽ ആധാർ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് നെയിം ഇൻ ഇംഗ്ലീഷ് ആസ് പെർ ആധാർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ വലതുവശത്തുള്ള വാലിഡേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു കൺസെൻറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ ഐ അഗ്രി എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ആധാർ വാലിഡേറ്റഡ് എന്നുള്ളത് കാണാം. അതിനുശേഷം താഴെ നോക്കിയാലും നമ്മുടെ റേഷൻ കാർഡ് നമ്പർ, റേഷൻ കാർഡ് ഡീറ്റെയിൽസ് നമുക്കവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള റേഷൻ കാർഡിൽ നിന്നുള്ള ഒരു മെമ്പറെ നമ്മൾ സെലക്ട് ചെയ്യണം. ആർക്ക് വേണ്ടിയാണോ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് അവരുടെ പേരിന് നേരെ വലതുവശത്തുള്ള ആ ഒരു ബോക്സിൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. വീട്ടു നമ്പർ, വീട്ടുപേര് ഇംഗ്ലീഷിൽ, വീട്ടുപേര് മലയാളത്തിൽ, ലോക്കൽ പ്ലേസ് ഇംഗ്ലീഷ്, ലോക്കൽ പ്ലേസ് മലയാളം, മെയിൻ പ്ലേസ് ഇംഗ്ലീഷ്, മെയിൻ പ്ലേസ് മലയാളം, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, മൊബൈൽ നമ്പർ തുടങ്ങിയ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്തായിട്ട് ജോബ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അവിടെ ജോബ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓപ്ഷൻസ് ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ നിന്ന് കൃത്യമായ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്.
അതിൽ ഒന്നാമതായിട്ട് ബാങ്ക് നെയിം എന്നുള്ളതാണ്. അവിടെയുള്ള ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ബ്രാഞ്ച് നെയിം എന്നുള്ള ഭാഗത്ത് ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് ബ്രാഞ്ച് ഏതാണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് IFSC കോഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. റീഎൻ്റർ അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകിയതിന് ശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്തായി വരുന്നത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് വയസ്സ് തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നുള്ളതിൽ ആരോ കീയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഫയൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെൻ്റ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ടുണ്ട്. ശേഷം അടുത്തായിട്ട് അപേക്ഷകൻ്റെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോയുടെ മാക്സിമം സൈസ് 2 MB പറ്റുള്ളൂ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളതിൽ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തായിട്ട് വരുന്നത് എലിജിബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വായിച്ച് നോക്കി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾ അത് നോക്കി കറക്റ്റ് ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഓപ്ഷൻ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ മുകളിൽ എലിജിബിലിറ്റി ചെക്ക് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് വായിച്ച് നോക്കി എല്ലാം കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്ത് താഴെ പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് ഇതുപോലെ സാക്ഷ്യപത്രം ഓപ്പണായി വരുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി ഈ പദ്ധതി കൈപ്പറ്റിയാൽ തുകയും 18% പലിശയും സഹിതം തിരിച്ചു പിടിക്കാൻ എനിക്ക് സമ്മതമാണ് എന്നതാണ് ഈ ഒരു സാക്ഷ്യപത്രത്തിൽ നമ്മൾ നൽകുന്ന വിവരം. ശേഷം ഇവിടെ താഴെയുള്ള ഐ അഗ്രി എന്നുള്ള ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് OTP വെരിഫിക്കേഷനുള്ള ഈ ഒരു ഭാഗം ഓപ്പണായി വരുന്നതായിരിക്കും. ആ ഒരു ഭാഗത്ത് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ അവസാന 4 അക്കങ്ങൾ നമുക്കവിടെ കാണാവുന്നതാണ്. അതിന് വലതുവശത്തായിട്ട് ഗെറ്റ് OTP എന്നുള്ളൊരു ടാബ് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം ഇവിടെയുള്ള വെരിഫൈ OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വെരിഫൈഡ് എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. ശേഷം അവിടുന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നമ്മുടെ ലോഗിൻ പോർട്ടലിൽ കൂടെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.